ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക ഫ്രൈ, കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ലതാണ്, അല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രിസ്പി വെണ്ടയ്ക്ക ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അധികം കട്ടിയില്ലാതെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കുരു കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക തന്നെ എടുക്കുക. വാടിയൊക്കെ പോയ വെണ്ടയ്ക്ക ആണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തന്നെയല്ല, നമുക്ക് ഈ കുരു കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടുമായിരിക്കും. ഇനി ഈ വെണ്ടയ്ക്കയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ തന്നെയില്ല, 1/4 ടീസ്പൂണിൻ്റെയും പകുതി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ്. അപ്പം നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ ഇരട്ടി വേണം കടലമാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് അരമുറി നാരങ്ങയുടെ നീരാണ്. ഈ നാരങ്ങ നീരിന് പകരമായിട്ട് 1/4 ടീസ്പൂണോളം ഡ്രൈ മാംഗോ പൗഡർ, അതായത് ആംചൂർ പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതും കൂടെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് പിന്നെ ഇത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മോയ്സ്ചർ ഇറങ്ങിയിട്ട് ഇതാകെ ഒരു കുഴഞ്ഞ പരുവത്തിലായി പോകും. അപ്പം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒഴിച്ച്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആ വെണ്ടയ്ക്ക എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇതും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ടും മെയിൽസായിട്ടും എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.